ഹായ്, ദിസ് ഈസ് റോസ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നല്ല അടിപൊളിയൊരു വിലാസമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീമിയം ആയിട്ട് ചെയ്തിരിക്കുന്ന റെഡി ടു ഓക്യുപ്പൈ ആയിട്ടുള്ള കുറച്ച് ഇൻറ്റീരിയർ വർക്കും ചെയ്യുക, താമസിക്കുക, ആ ഒരു കണ്ടീഷനിലുള്ള ഒരു വിലാസാണ്. ഇത് വരുന്നത് എടപ്പള്ളി. എല്ലാവർക്കും താല്പര്യമുള്ള ലൊക്കേഷനാണ് എടപ്പള്ളി. കാരണം ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ലൊക്കേഷനാണ്. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരുന്ന തൃക്കാക്കര എഗെയിൻ ഭയങ്കര ഡെവലപ്മെൻറ്റും എല്ലാവർക്കും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് പ്രിഫർ ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. തൃക്കാക്കര ടെമ്പിളിൽ നിന്നും വളരെ അടുത്താണിത്. വളരെ പ്രീമിയമായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ വളരെ പ്രീമിയമായിട്ടാണ് തീർത്തിരിക്കുന്നതും. അപ്പോൾ നമുക്ക് നേരെ വില്ല കാണാം. കയറി വരുമ്പം ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലിവിങ് സ്പേസ്, പിന്നെ ഒരു എൽ ഷേപ്പായിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ലിവിങ് കം ഡൈനിങ്. പിന്നെ ഈ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഡോറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. കാരണം നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സ്ലൈഡിംഗ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഹൈറ്റും നല്ല വീതിയും കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതും. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ കുറേ നാളായിട്ട് മഴ കിട്ടാണ്ട് നിൽക്കുകയായിരുന്നു. നല്ല രസം. നമ്മുടെ ഈ ലിവിങ്ങും ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഇങ്ങനെയൊരു പാർശ്വ ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാം, ഇരിക്കാം. കോഫി ടേബിൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മോർണിംഗ് വന്നിരിക്കാൻ പറ്റും. ഈ ഒരു സ്ലൈഡിംഗ് ഡോറ് നല്ല വൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് നമുക്ക് ശരിക്കും നല്ല ലൈറ്റ്സ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ലിവിങ് ഡൈനിങ്ങിൻ്റെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഓട്ടോമാറ്റിക് ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിത് തുറന്നിടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ എയർ സർക്കുലേഷനെ ബാധിക്കുന്നുമില്ല. ഇത് സേഫാണ്. ശരിക്കും ഇത് നൈറ്റൊക്കെ വേണമെങ്കിൽ തുറന്നിട്ട് നമുക്ക് കിടക്കാം. ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വില്ലയുടെ അകത്ത് നിന്ന് തന്നെ ഗസ്റ്റ് ആരെയിൽ വരുവാണെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും. പിന്നെ AC ഡൈക്കൻ്റെ കൺസീൽഡ് സ്പ്ലിറ്റ് AC ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന അൺഡിവൈഡ് ഷെയറും കൂടെ ചേർക്കുമ്പം 6 സെൻസോളം ലാൻഡ് ഏരിയ വരുന്ന 2 കാർ പാർക്കിംഗ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു വില്ലയാണ്. 4 ബെഡ്റൂംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ തന്നെ 2 ബെഡ്റൂംസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ലിവിങ്ങിൽ നിന്ന് കയറുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. എല്ലാ ബെഡ്റൂംസിലും വാർഡ്രോബ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം രണ്ടും 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലും അതാത് സൈഡിൽ എന്ന് വെച്ചാൽ 2 സൈഡിലായിട്ട് തന്നെയാണ്. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈല്, ബാത്റൂം ഫിറ്റിങ്സ്, സ്വിച്ച് ബോർഡ്, വയർ എല്ലാം തന്നെ നല്ല ഹൈ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതും. പിന്നെ എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വാർഡ്രോബ് ഒഴികെ ബാക്കിയുള്ള എല്ലാ വുഡും ടീക്ക് വുഡാണ്. ഇത് ഈ ഹാൻഡ് റെയിലും എല്ലാ സംഭവവും എല്ലാം ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. അതേപോലെ ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണും നന്നായിട്ട് ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു കിച്ചണാണ്, ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് കിച്ചൻ്റെ കൂടെ ഒരു വർക്ക് ഏരിയ വേണമെന്ന്. അതിനുള്ളൊരു പ്രൊവിഷനും ഈ സൈഡിലുണ്ട്. നമ്മുടേതായ രീതിയിലൊന്ന് അത് നമ്മൾ വാങ്ങിയ ശേഷം നമുക്ക് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 2 ബെഡ്റൂം താഴെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഹൈലൈറ്റ്, പലരും ചോദിക്കാറുള്ളതാണ് 2 ബെഡ്റൂം താഴെയുള്ള വീട് വേണമെന്ന്. അപ്പോൾ ഇതിന് 2 ബെഡ്റൂംസ് താഴെയുണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്.
ഇനി നമുക്ക് മേളത്തെ ഫ്ലോർ ഒന്ന് കാണാം. എനിക്ക് ഈ വില്ലയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി ലിവിംഗ് റൂം ഏരിയ. ഇതിൻ്റെ ഫ്ലോറിങ് കണ്ടാൽ അറിയാം, ഇതിൻ്റെ ഫ്ലോറിങ് ഹാർഡ്വുഡാണ്. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് ഈ ഒരു ഫാമിലി ലിവിംഗ് റൂം ഏരിയയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടുന്നാണെങ്കിലും നമുക്ക് ബാൽക്കണി, ഇവിടെ ക്ലോസ്ഡ് ബാൽക്കണി ഉണ്ട്, ഓപ്പൺ ബാൽക്കണി ഉണ്ട്. സോ ഇതാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ക്ലോസ്ഡ് ബാൽക്കണി. പിന്നെ ഓപ്പൺ ബാൽക്കണി ഉണ്ട്. നമ്മൾ ഈ വില്ല സ്വന്തമാക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് നല്ല രീതിയിലൊരു കുറച്ച് പ്ലാന്റ്സും ഒക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ വളരെ രസമാക്കി എടുക്കാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളാക്കി ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു വില്ലയിലുണ്ട്. നമ്മൾ താഴെ കണ്ട പോലെ തന്നെ രണ്ട് സൈഡിലായിട്ടാണ് ഇവിടെയും ബെഡ്റൂംസ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാൽക്കണി ഞാൻ കാണിച്ചത്. ഈ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ സൈഡിലൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് റൂം, ഇത് ഫാമിലി ലിവിങ് റൂമിൻ്റെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമല്ലോ, ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ 4 ബെഡ്റൂംസിനും നല്ല പ്രൈവസി ഉണ്ട്. ആ രീതിയിലാണ് ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്നതും. ശരിക്കും താഴെ സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും മുകളിൽ വരുന്ന സമയത്ത് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് ഈ ഫാമിലി ലിവിംഗ് റൂമും അതിൻ്റെ ജനലും കൊടുത്തിരിക്കുന്നത്, വിൻഡോസും കൊടുത്തിരിക്കുന്നത്. കാരണം നല്ല വലുതാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം കോളറിൻ്റെ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന കളേഴ്സ്, ടൈലിൻ്റെ കളേഴ്സൊക്കെ വളരെ എലഗൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാ ബാത്റൂംസിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങളൊക്കെ കണ്ടു. ഇനി ടെറസ് ഏരിയ കാണാം. ടെറസ് ഏരിയയിൽ നമ്മൾ സോളാർ, ഹീറ്റ് പമ്പ്, പ്രഷർ പമ്പ് ഇതിൻ്റെ എല്ലാം പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സോളാർ ഇപ്പം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻ ഓൾറെഡി കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടെറസിൻ്റെ പോർഷൻ ആണെങ്കിൽ 2 സൈഡായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഒരു സൈഡിലാണ് ഈ പ്രൊവിഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെറസും കൂടെ ഒന്ന് കാണാം. എടപ്പള്ളിയിൽ നിന്ന് 1.5 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. അത് കൂടാതെ ഈ ലൊക്കേഷനിൽ നിന്ന് നമുക്ക് വാഴക്കാല സൈഡ്, ചെമ്പുമുക്ക് സൈഡൊക്കെ പോകാൻ ഇവിടുന്ന് ഷോർട്ട് കട്ട്സ് ഉണ്ട്. സീപോർട്ട് എയർപോർട്ട് റോഡിന് അടുത്ത് വില്ല നോക്കുന്നവർക്കും പറ്റിയ ഒന്നാണിത്. സിറ്റീൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസി ആക്സസിബിലിറ്റി, എന്നാൽ സിറ്റിയുടെ ഒരു ക്രൗഡോ അല്ലെങ്കിൽ ബഹളോ ഒന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതേപോലൊരു വിലാസം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.